ഹലോ എവരി വൺ, വെൽക്കം ടു ഐലൻഡ് ഐ എ സിഗ്നേറ്റ് ഡെയിലി ന്യൂസ് അനാലിസിസ് ID തന്നെ. നമ്മളിന്ന് മെയ് 20 ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് നോക്കുന്നത്. ഓക്കെ, ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ 5 ആർട്ടിക്കിൾസ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ബ്രീഫ് ഓർവർ നോക്കിയ ശേഷം നമുക്ക് ഒരു ഡീറ്റെയിൽ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുത്ത ഒരു എഡിറ്റോറിയലാണ്. ഓക്കെ, ഇതിപ്പം പ്രസന്റ്ലി വെച്ചതിൽ നമ്മുടെ എബോള ഔട്ട് ബ്രേക്ക് DRC കോങ്കോയിൽ ഉഗാണ്ട റീജിയനിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടസ്റ്റിലാണ് ഈ എഡിറ്റോറിയൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ആക്ച്വലി നമ്മുടെ ഇന്ത്യ നീഡ് ടു എംപവർ ലോക്കൽ ബോഡീസ്. ഓക്കെ, ലോക്കൽ ബോഡീസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഒരു 74th അമെൻമെന്റിൽ വന്ന ഒരു ഇതാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എന്താണ്, ഇവിടുത്തെ ഇപ്പോഴത്തെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ നോക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്ന ഇപ്പോൾ റീസെന്റ് ചൈന US സമ്മിറ്റ് ഒക്കെ ഒരു ഗ്ലോബൽ ലീഡേഴ്സ് ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്, ആ രീതിയിൽ ചൈന അംബാസിഡർ ടു ഇന്ത്യ ആയിട്ടുള്ള ഒരാൾ ലൈക്ക് എഴുതിയൊരു എഡിറ്റോറിയലാണ് അവിടെ നോക്കാം. ഓക്കെ, പിന്നെ വരുന്ന വെച്ചാൽ നമ്മുടെ എന്താ, റീസെന്റ് സുപ്രീം കോർട്ട് സ്ട്രേ ഡോഗ്, അപ്പം അതിന്റെ ആ ഒരു ശല്യം കാരണം ആക്ച്വലി ആർട്ടിക്കിൾ 21 ആൾക്കാർക്ക് റൈറ്റ് ടു ലൈഫ്, ഒരു എന്താ പറയുക, സേഫിലായിട്ട് പബ്ലിക് സ്പേസിലൂടെ പോകാൻ സാധിക്കുന്നില്ല, അത് റൈറ്റ് ടു ലൈഫിനെ ബാധിക്കുന്നുണ്ട്. സെയിം ടൈം എന്താ, അത് ആർട്ടിക്കിൾ 51 ആ ലിവിങ് കമ്പാഷനൊക്കെ ബാധിക്കുന്നില്ലേ, കമ്പാഷൻ ടു ലിവിങ് ബീയിങ്സ്. ഓക്കെ, ആ രീതിയിലൊരു കോൺഫ്ലിക്റ്റ് വരുന്നു. പക്ഷേ ഇപ്പോൾ റീസെന്റ് സുപ്രീം കോടതി ബാലൻസ് അപ്രോച്ച് എന്താണ് അത് നമ്മൾ നോക്കുന്നുണ്ടാവും ആ ഒരു ആർട്ടിക്കിളിനകത്ത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പ്രിലിംസിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉള്ളതാണ്. ഇപ്പം റീസെന്റ് സ്വാൻ വോൾഫ് എഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു സയൻസ് ആൻഡ് ടെക്നോളജി ഒരു അപ്ഡേറ്റ് ആണ്. ഓക്കെ, റിലേറ്റഡ് ടു സ്പേസ് ഒക്കെ വരുന്ന കാര്യമാണ്, മാഗ്നറ്റിക് ഫീൽഡൊക്കെ ആയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പം ബേസിക്കലി വെച്ചാൽ നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റ് GS2 സോഷ്യൽ ജസ്റ്റിസ് ഹെൽത്ത് രീതിയിൽ നമുക്ക് ഫസ്റ്റ് എഡിറ്റോറിയൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതെന്താ വരുന്നതിന് ശേഷം എന്താ ഈ കണ്ടസ്റ്റ് വെച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞു, WHO ഡിക്ലെയർഡ് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ. ഓക്കെ, PHEIC. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ WHO കൊടുക്കുന്ന ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള അലേർട്ടാണ് ഈ PHEIC ഉള്ളത്, പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ. ഓക്കെ, അപ്പം അത് എവിടെ കൊടുത്തത്, ഓവർ ദ ബുണ്ടിബിയോഗോ സ്ട്രെയിൻ എബോള ഔട്ട് ബ്രേക്ക് ഇൻ സെൻട്രൽ ആഫ്രിക്ക. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആക്ച്വലി ആക്ടിങ് ബിഫോർ എമർജൻസി കമ്മിറ്റി കൂടി അഡ്വൈസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ എന്താ പെട്ടെന്ന് തന്നെ രീതിയിലേക്ക് WHO ഒരു പബ്ലിക് PHEIC കൺസേൺ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി വെച്ചാൽ ബുണ്ടിബിയോഗോ സ്ട്രെയിൻ ആണ് എബോള ഔട്ട് ബ്രേക്ക് റീസെന്റ് ഈ സെൻട്രൽ ആഫ്രിക്ക രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ റിലേറ്റഡ് ആയിട്ടാണ്, ഗ്ലോബൽ അലർട്ട്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നോക്കി കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി PHEIC കോൺടെസ്റ്റിൽ ഈ ഒരു അലേർട്ട് WHO പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എന്താ, ഓവർ ദ എബോള ഔട്ട് ബ്രേക്ക് PHEIC പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ സെൻട്രൽ ആഫ്രിക്ക രീതിയിലേക്ക് WHO എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഇവിടെ വരുന്ന സ്ട്രെയിൻ എന്നുള്ളത് ബുണ്ടിബിയോഗോ സ്ട്രെയിൻ ആണ് ആക്ച്വലി ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വേറെ സ്ട്രെയിൻ എന്ന് വെച്ചാൽ ഇപ്പം എന്താ, സെയർ സ്ട്രെയിൻ എന്നൊക്കെ ഒരു ഇതുണ്ട്, കോമൺ ആയിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഇപ്പോഴത്തെ റീസെന്റ് ഉള്ളത് ബുണ്ടിബിയോഗോ സ്ട്രെയിൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഔട്ട് ബ്രേക്ക്. ഇവിടെ തന്നെ പറയുന്നത് എന്താ, എഫക്റ്റീവ്ലി കൗണ്ടർ മെഷേഴ്സ് സച്ച് ആസ് വാക്സിൻസ് ഒക്കെ ഇപ്പോഴത്തെ ആ സെയർ സ്ട്രെയിനെതിരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്റ്റിൽ ഇവിടെ വെച്ചാൽ കറന്റ് അൺടെസ്റ്റഡ് വിത്ത് ബുണ്ടിബിയോഗോ സ്ട്രെയിൻ ആണ്. ഓക്കെ, പിന്നെ വെച്ചാൽ നമ്മൾ ഈ ഔട്ട് ബ്രേക്ക് വന്നിട്ടുള്ളത് ആക്ച്വലി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ DRC ഉഗാണ്ട ആ ഒരു റീജിയനിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നത് എന്താ, അക്കോർഡിംഗ് ടു WHO റീസെന്റ് തന്നെ ആസ് ഓൺ May 16, 2026 നോക്കുമ്പോൾ എത്രയാ 8 ലബോറട്ടറി കൺഫേംഡ് കേസസ്. ഓക്കെ, പിന്നെന്താ 246 സസ്പെക്റ്റഡ് കേസസ്. ഓക്കെ, 80 സസ്പെക്റ്റഡ് ഡെത്ത്സ് ഹാവ് ബീൻ റിപ്പോർട്ടഡ് ടു ലൈക്ക് എന്താ DRC's ഇറ്റൂരി പ്രൊവിൻസ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ സംഭവം വളരെ സീരിയസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കുമ്പോഴാണെങ്കിൽ ഇപ്പം ഈ ഒരു May 26 2026 ഔട്ട് ബ്രേക്ക് അല്ലാതെ മുമ്പ് വന്നിട്ടുണ്ട് ഈ എബോള ഔട്ട് ബ്രേക്ക് ഉള്ളത്. ഓക്കെ, മുമ്പാണെങ്കിലും ഇത് വന്നിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ആക്ച്വലി വെച്ചാൽ 2014-16 ആക്ച്വലി ഭയങ്കര ഹൊറിഫിക് ആയിട്ട് തന്നെ ഈ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് എബോളയുടെ. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോഴെന്താ, അക്രോസ് ഗിനിയ, ലിബിയ, സിയറലിയോണ ഒക്കെ അങ്ങനെയൊക്കെ രീതിയിൽ 28,600ഓളം റിപ്പോർട്ടഡ് കേസുകളും സെയിം ടൈം 11,325 ഡെത്തുകളും അന്ന് ഇത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ കൂടി കോണ്ടസ്റ്റിലാണ് ആക്ച്വലി WHO ഒരു കൺസേൺ രീതിയിലേക്ക് എന്താ പറയുക, ഒരു സ്റ്റെപ്സിൻ്റെ രീതിയിലേക്ക് തന്നെ ഹയസ്റ്റ് ആയിട്ടുള്ള ഗ്ലോബൽ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കണ്ടസ്റ്റിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ, ആക്ച്വലി ബുണ്ടിബിയോഗോ സ്ട്രെയിൻ എന്നുള്ളത് തന്നെ ആക്ച്വലി എന്താ റയർ സ്ട്രെയിൻ ആണ്, അൺടെസ്റ്റഡ് അഗെയിൻസ്റ്റ് എക്സിസ്റ്റിംഗ് വാക്സിൻസ് ആൻഡ് തെറാപ്പീസ്. ഓക്കെ, റേസിംഗ് അൺസർട്ടനിറ്റി ഇൻ കണ്ടെയ്ൻമെന്റ്. ഓക്കെ, ഇപ്പോൾ കോൺഫ്ലിക്റ്റ് സോൺ റിസ്ക് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ വരുന്നത്, വാർണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, 8 കൺഫേംഡ് വേഴ്സസ് 246 സസ്പെക്റ്റഡ് കേസുകൾ. ഇതൊക്കെ നോക്കുമ്പോൾ ആക്ച്വലി ഇത് ഭയങ്കര ഫെറ്റാലിറ്റി കൂടിയ എന്താ പെട്ടെന്ന് തന്നെ ആ ഒരു പോസിറ്റിവിറ്റിക്കാർ രീതിയിൽ വരുന്ന ഒരു ഇതാണ് ആക്ച്വലി എബോള ഔട്ട് ബ്രേക്ക് എന്നുള്ളത്. ഓക്കെ,
ഇവിടെ പറഞ്ഞു PHESന് ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഗ്ലോബൽ ഹെൽത്ത് അലേർട്ടാണ്. എന്തുകൊണ്ടാണ്? മൊബിലൈസേഴ്സ് ഫണ്ടിങ്, ആക്സിലറേറ്റ്സ് വാക്സിൻ ട്രയൽസ്, എൻഫോഴ്സസ് ഇന്റർനാഷണൽ റിപ്പോർട്ടിങ് ഒക്കെ കൊണ്ടും ഇതൊരു സിഗ്നൽസ് ഔട്ട് ബ്രേക്ക് ആസ് എ ഗ്ലോബൽ സെക്യൂരിറ്റി ഇഷ്യൂ. ആ രീതിയിലൊക്കെ ആ കൺസേണും അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. സെയിം ടൈം ഒരു ഫോക്കസ് ഗ്ലോബൽ അറ്റൻഷൻ കൊണ്ടുവരാനും ഈ ഒരു PHEICന്റെ ഇമ്പാക്റ്റ് കൊണ്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആ ഒരു മനസ്സിലാക്കി വെക്കാം. ഇതാണ് PHEICന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ എബോള എന്നാ പറയുന്നുണ്ട്, എബോള വൈറസ് വാട്ട് യു നീഡ് ടു നോ. അപ്പോൾ അതെന്ന് വെച്ചാൽ ആക്ച്വലി സൂനോട്ടിക് ഡിസീസ് ആണ്. സൂനോട്ടിക് എന്ന് വെച്ചാൽ ദിസ് മീൻസ് ഇറ്റ്സ് ഒറിജിനേറ്റ്സ് ഇൻ ആനിമൽസ് ആൻഡ് ക്യാൻ സ്പ്രെഡ് ടു ഹ്യൂമൻസ്. ഓക്കെ, അപ്പോൾ വെച്ചാൽ സൂനോട്ടിക് വൈറസ് ആണ്, സൂനോട്ടിക് ഡിസീസ് ആണ് ആക്ച്വലി എബോള എന്നുള്ളത്. ഇത് വരുന്നതെന്ന് വെച്ചാൽ സൂനോട്ടിക് എന്ന് വെച്ചാൽ ആനിമൽസ് നിന്നാണ് ഇത് സ്പ്രെഡ് ആവുന്നത് ടു ഹ്യൂമൻസ്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ കറണ്ടിലുള്ള സ്ട്രെയിൻ എന്നുള്ളത് ബുഗിയോ സ്ട്രെയിൻ ആണ് ഇപ്പം പ്രസന്റ്ലി ഉള്ളത്. ഓക്കെ, ഇവിടെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് കാര്യം മനസ്സിലാക്കാം. ഓക്കെ, മുമ്പാണെങ്കിൽ ഇത് സ്ട്രെയിൻസ് ഇവിടെ പറയുന്നുണ്ട്, സെയർ സ്ട്രെയിൻ, സുഡാൻ വൈറസ്, ബുഗിയോ വൈറസ് ഒക്കെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, ബേസിക്കലി വെച്ചാൽ ഇത് ആനിമൽ ടു ഹ്യൂമൻ അങ്ങനെ വരാം, പിന്നെ അല്ലാണ്ട് ഹ്യൂമൻ ടു ഹ്യൂമൻ രീതിയിലേക്കും ഇത് ഡയറക്റ്റ് കോണ്ടാക്ട് വഴി ഇത് അഫക്റ്റ് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ആണ് എബോളിന്റെ കാര്യം വരുന്നത്. കാര്യം മനസ്സിലാക്കാം. റീസെന്റ് ഇതിനെ PHEIC കൺസേൺ കൊടുത്തുകൊണ്ട് തന്നെ WHO ഇതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്കെന്നാ അടുത്തതിലേക്ക് പോവാം. അടുത്ത ആക്ച്വലി വെച്ചാൽ കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. GS2 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 73rd 74th അമെൻമെന്റ്സ് ഫെഡറലിസ്റ്റ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ 73rd 74th അമെൻമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് രീതിയിലേക്കാണ് ഇത് കണക്ട് ചെയ്തുകൊണ്ടാണ് അമെൻമെന്റ് വന്നിട്ടുള്ളത്. ഓക്കെ, പഞ്ചായത്ത് രാജ്യം ഒക്കെ മുനിസിപ്പാലിറ്റി ഒക്കെ ആക്ടിവേറ്റ് ചെയ്തൊക്കെ ഈ ഒരു അമെൻമെന്റിന്റെ പശ്ചാത്തലത്തിലാണ്. ഓക്കെ, അവിടെയാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ എടുക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് despite constitutional status under 70th and 74th amendments, urban local bodies ULBs remain weak and dependent on state governments. Okay, ഇപ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഇത്തിരി മുമ്പോട്ട് പോകുന്നതിനകത്ത് കൂടെയും, പക്ഷെ സ്റ്റിൽ ഈ അർബൻ ലോക്കൽ ബോഡീസ് ഒക്കെ നോക്കുമ്പോഴാണെങ്കിൽ അതെപ്പോഴാണ് വീക്കായിട്ട്, കൂടാതെ ഡിപ്പെൻഡ് ഓൺ സ്റ്റേറ്റ് ഗവൺമെന്റ് രീതിയിലേക്കാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അതാണ് ഇതിന് ശരിക്കും പ്രധാന പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് ആക്ച്വലി ഈ പേഴ്സണൽ ഡെഫിസിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൺലി 10% ഗവൺമെന്റ് എംപ്ലോയീസ് വർക്ക് ഇൻ ലോക്കൽ ബോഡീസ്. ഓക്കെ, ഇന്ത്യയിൽ കമ്പയർഡ് ടു 66% US ഓർ ചൈന പുവർ സർവീസ് ഡെലിവറി. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ആക്ച്വലി വെച്ചാലും നമ്മുടെ ഇന്ത്യൻ്റെ റെഡ് ലൈനാണ്, ചൈനേൻ്റെ ഒരു ഓറഞ്ച് ലൈനാണ് ആ ഒരു ഇത് വരുന്നത്. US-ന്റെ ആ ഒരു നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് ഫെഡറൽ റീജിയൻ, ലോക്കൽ റീജിയൻ, സ്റ്റേറ്റ് റീജിയൻ. ഇവിടെ നോക്കുമ്പോൾ ആക്ച്വലി ഇന്ത്യൻ്റെ ഫെഡറൽ ഇത്രയും ഇത് വരുന്നുണ്ടെങ്കിൽ ലോക്കൽ ഇത്രയും വരുന്നുള്ളൂ. ഓക്കെ, 10% ഇത്രയും വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഇത്രയും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കമ്പാരിറ്റീവ്ലി ലോക്കൽ ഫെഡറൽ സ്റ്റേറ്റ് നോക്കുമ്പോൾ സ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഉള്ളത്. ഓക്കെ, സർവീസ് ഡെലിവറി നോക്കുമ്പോൾ അത്രയും ആൾക്കാർ കൂടുതലുള്ളത് സ്റ്റേറ്റിലാണ്. പക്ഷേ ലോക്കൽ വളരെ കുറവാണ്, ഫെഡറൽ പിന്നെ കുറച്ചും കൂടി താഴെ. പക്ഷെ ഇവിടെ കാര്യം വെച്ചാൽ കമ്പാരിറ്റീവ് ടു US ചൈന നോക്കുമ്പോൾ US-ഉം ചൈനയും ഒരു ആർക്ക് നോക്കി കാണുന്ന ഇവിടെയാണ് ആക്ച്വലി കൂടുതൽ അവർ ഇത് വരുന്നത്, ആൾക്കാരും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് കാര്യങ്ങളും കൂടിയത് എവിടെയാ? ഈ ഒരു US-ഉം ചൈനയിലും കേസുകളും ലോക്കലിന്റെ കേസാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നത് ലൈക്ക് പേഴ്സണൽ ഡെഫിസിറ്റ് നമ്മുടെ ലോക്കൽ ബോഡീസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൺലി 10% ഗവൺമെന്റ് എംപ്ലോയീസ് വർക്ക് ഇൻ ലോക്കൽ ബോഡീസ്. ഓക്കെ, ഇന്ത്യ കമ്പയർഡ് ടു 66% ഇൻ US ഓർ ചൈന. അപ്പം അതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ ലോക്കൽ ബോഡി വഴിയുള്ള സർവീസ് ഡെലിവറി പുവർ ആയിരിക്കും, ആ ഒരു പുവർ പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ കൊണ്ടും കൂടെ അതിന് ടോട്ടലി ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യ ജസ്റ്റ് ഓവർ 10%. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ കൺസേൺ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത് ആക്ച്വലി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ഹാവ് ബീൻ ഏബിൾ ടു ഇൻക്രീസ് ദ റിസോഴ്സസ് ദേ ജനറേറ്റ് ഫോർ ദംസെൽസ് ആൻഡ് സർവീസ് ഡെലിവറി ബൈ എ ഫാക്ടർ ഓഫ് 2 to 2.5. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ഓൺ ടാക്സ് റിസോഴ്സസ് പെർസെൻറ്റേജ് ഓഫ് GDP. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ 1961 0.4 നമ്മുടെ ലോക്കലിൻ്റെ കേസ് വരുന്നത്. ഓക്കെ, ലോക്കലിൻ്റെ കേസിൽ 1961 0.4 വരുന്നു. 1991 0.3 വരുന്നുള്ളൂ. 2019 ആയിക്കിട്ടും 0.3 മാത്രമേ വരുന്നുള്ളൂ ഇവിടെ ലോക്കലിന്റെ കേസിൽ. ഓക്കെ, അർബൻ ലോക്കൽ ബോഡീസിന്റെ കേസിൽ. ഓക്കെ, പക്ഷെ സ്റ്റിൽ സെന്ററിന്റെ ആണ് നോക്കുമ്പോൾ 5.5 1961 1991 ആയപ്പോഴേക്ക് 10.0 ആയി. 2019 ആയപ്പോൾ 11.0 ആയി. സെയിം ടൈം സ്റ്റേറ്റ് ആണെങ്കിൽ
2.6 ആയതുകൊണ്ട് 1961 ഓൺ ടാക്സ് റിസോഴ്സസ് ആസ് എ പെർസെൻറ്റേജ് GDP. ഓക്കെ, അത് ആക്ച്വലി 1991 ആയപ്പോഴേക്കും 5.3 ആയി, പിന്നീട് ആയപ്പോൾ 6.4 ആയി. ഓക്കെ, ഇവിടെ തന്നെ എന്താ ആ ഒരു രീതിയിലേക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ സ്റ്റിൽ നമ്മുടെ ഈ ലോക്കൽ ബോഡീസിന്റെ കേസ് വരുമ്പോഴാണെങ്കിൽ ഇത് വളരെ അർബൻ ലോക്കൽ ബോഡീസ് കേസ് വരുമ്പോഴാണെങ്കിലും സ്റ്റാഗ്നന്റ് ആയിട്ട് 0.4 0.3 ആ റേഞ്ചിൽ തന്നെ നിലനിൽക്കുന്നത്. ഓക്കെ, ഇതിവിടെ പറയുന്നുണ്ട് ആക്ച്വലി ഫിനാൻഷ്യൽ സ്റ്റാഗ്നേഷൻ. ഓക്കെ, ULBs ചില അർബൻ ലോക്കൽ ബോഡീസ് ഓൺ ടാക്സ് റവന്യൂ സ്റ്റാഗ്നന്റ് അറ്റ് 0.3 to 0.5%. ഓക്കെ, ആ രീതി GDP രീതിയിൽ നമ്മുടെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ടാക്സ് റിസോഴ്സുകളും കാര്യങ്ങളും ടാക്സ് റവന്യൂ എന്നുള്ളത് സ്റ്റാഗ്നേഷൻ രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ എക്സ്പെൻഡിച്ചേഴ്സ് ലെസ് ദാൻ 1% GDP. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്രോണിക് ഡിപ്പെൻഡൻസ് ഓൺ ഹയർ ടയേഴ്സ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവർക്ക് അർബൻ ലോക്കൽ ബോഡീസിന് കൂടുതൽ ആ രീതിയിലേക്ക് വരുമാനം കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ സ്റ്റിൽ സംഭവിക്കുന്നുണ്ടാവാം, കൂടുതൽ നമ്മുടെ ഹയർ ടയേഴ്സ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇതുമായിട്ട് വളരെ ഡിപ്പെൻഡ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ നമ്മുടെ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഒരു ഗ്രാഫിൽ തന്നെ നമ്മുടെ ആ ഒരു ടാക്സ് റിസോഴ്സുകളും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു വരുമാനം ആ ഒരു പെർസെന്റ് GDP എങ്ങനെ നിലനിൽക്കുന്ന ടാക്സിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും ആ ഒരു റിയൽ പിക്ചർ ഇവിടെ ശരിക്കും നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെന്താ പറയുന്നത്, ലാൻഡ് മോണിറ്റൈസേഷൻ ഫെയിലിയർ. ഓക്കെ, ചൈന ഫിസ്ക്കലൈസ്ഡ് റൈസിംഗ് ലാൻഡ് വാല്യൂസ് അപ് ടു 10% of GDP. India stuck at 1% due to socialist laws. ഓക്കെ, rent seeking and distorted real estate markets. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ആക്ച്വലി നമ്മളിവിടെ കണ്ടോ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂസ് ഫ്രം ലാൻഡ് ചൈന ആൻഡ് ഇന്ത്യ. ഓക്കെ, അത് നോക്കുമ്പോൾ പെർസെൻറ്റേജ് GDP നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് ആക്ച്വലി ഇന്ത്യൻ്റെ ആണെങ്കിൽ എത്ര വരുന്ന ആ ഒരു 1% രീതിയിലേക്കാണ് നമ്മുടെ റവന്യൂ ഫ്രം ലാൻഡ് ടാക്സുകളും കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ചൈനയുടെ ആണെങ്കിൽ ആക്ച്വലി ആ ഒരു കുറച്ചും കൂടി കൂടുതലാണ്, പക്ഷേ സ്റ്റിൽ ചൈന ലാൻഡ് സെയിൽസ് വഴി റവന്യൂ ഫ്രം ലാൻഡ് ടാക്സസ് ആൻഡ് ലാൻഡ് സെയിൽസ് അതുവഴി ആക്ച്വലി ഒരുപാട് രീതിയിലേക്ക് പെർസെൻറ്റേജ് GDP കൂട്ടിയിട്ടുണ്ട്. അറൗണ്ട് 10% രീതിയിലേക്ക് ഇത് പോയിട്ടുണ്ട്. ഓക്കെ, ഓവർ ദ ടൈം പീരീഡ് നോക്കുമ്പോൾ. ഓക്കെ, പക്ഷേ സ്റ്റിൽ ഇന്ത്യൻ്റെ കേസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെന്താ സംഭവിക്കുന്നത്, ആക്ച്വലി നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഡിസ്റ്റോർഡായ മാർക്കറ്റ് കാരണം കൊണ്ട് തന്നെ ആ രീതിയിലേക്ക് നമുക്ക് അവരുടെ വരുമാനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ഒരുപാട് മാത്രമല്ല, ഇവിടെ ഒരുപാട് ബ്ലാക്ക് മണീൻ്റെ കേസുകളും മറ്റൊക്കെ മുമ്പോട്ട് പോകുന്നത് തന്നെ അത് ആക്ച്വലി നമ്മുടെ ഗവേണൻസിനും മറ്റും മൊത്തത്തിൽ ടോട്ടലി അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ നമ്മുടെ ആ ഒരു ലാൻഡ് മോണിറ്റൈസേഷൻ നോക്കുമ്പോഴാണെങ്കിലും ആ രീതിയിൽ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതൊരു ഫെയിലർ ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഓക്കെ, കമ്പയർ ടു ചൈന ആക്ച്വലി വെച്ചാൽ 10% of GDP രീതിയിലൊക്കെ അവർക്ക് ഈ സെയിൽസ് വഴിയൊക്കെ കൂടുതലും ലാൻഡ് വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബെറ്റർ ആക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ വെച്ചാൽ മാനേജറിൽ സ്ട്രാങ്കിൾ ഹോൾഡ്. ഓക്കെ, വെച്ചാൽ ULBs ലാക്ക് ഓട്ടോണമി ഇൻ അപ്പോയിൻമെന്റ്സ് ആൻഡ് സ്റ്റാഫ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഡോമിനേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഡോമിനേറ്റ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആക്ച്വലി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ കൂടുതൽ ഡോമിനൻസ് വരുമ്പോഴാണ് സംഭവിക്കുന്നത് ആക്ച്വലി ഇവിടെ നിന്നുള്ള ഒരു മാനേജർ ഓട്ടോണമി ലഭിക്കുന്നുണ്ടാവില്ല. നമുക്ക് ഒരുപാട് രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ എടുക്കാനോ മുമ്പോട്ട് പോകാനോ സാധിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ രീതിയിൽ വരുമ്പോൾ ആക്ച്വലി അർബൻ ലോക്കൽ ബോഡീസിനെ ശരിക്കും അത് ഒരു വീക്കൻഡ് പൊസിഷനിലേക്ക് നിലനിർത്തുക ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടുതൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ഡിപ്പെൻഡൻസ് കൂടിക്കൂടി വരുന്നു. ഓക്കെ, അവരുടെ ഒരു ഡോമിനൻസ് കൂടിക്കൂടി വരുന്നു, ഇൻഫ്ലുവൻസ് കൂടിക്കൂടി വരുന്നു. ആ രീതിയിലാണ് ഇത് നമ്മളെ നിലനിൽക്കുന്ന സിസ്റ്റം വഴി ഈ അർബൻ ലോക്കൽ ബോഡീസും കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. അത് ആക്ച്വലി ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കാം. പിന്നെന്താ വെച്ചാൽ പറയുന്നുണ്ട് പൊളിറ്റിക്കൽ എക്കണോമി ട്രാപ്പ്. ഓക്കെ, എന്ന് വെച്ചാൽ ULBs unwilling to tax proximate citizens trapped in low equilibrium dependency on states and center. ഓക്കെ, പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ ആക്ച്വലി വെച്ചാൽ നമുക്ക് ഈ പണം കിട്ടുന്ന വളരെ കുറവല്ലേ. ഇപ്പോൾ മുമ്പോട്ട് പോകണമെങ്കിലാണെങ്കിലും ഈ ആക്ച്വലി ഹയർ ടയേഴ്സുകൾ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ സ്കീമുകളും മറ്റൊക്കെ ഫിനാൻസ് കൊണ്ടുകൂടി മാത്രമേ നമുക്ക് മുമ്പോട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ആ കേസ് വരുമ്പോൾ സംഭവിക്കുന്നത് ആക്ച്വലി അവരെ ഡിപ്പെൻഡൻ്റായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ ശരിക്കും ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. അതേ രീതി കൊണ്ട് തന്നെ ഇത് ആക്ച്വലി വളരെ ഡിപ്പെൻഡിങ് ആയി വീക്കൻ പൊസിഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമി ട്രാപ്പ് ആയിട്ടാണ് തന്നെ ഇതിനെ കാണുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ രീതി മുമ്പോട്ട് പോകാം. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ ആക്ച്വലി ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ. ഓക്കെ, JNURM. ഓക്കെ, പിന്നെന്താ അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അമൃത്, ഇതിനൊക്കെ ഫണ്ടിങ് കാര്യങ്ങൾ. പിന്നെന്താ സക്സസീവ് ഫിനാൻസ് കമ്മീഷൻസിനോട് കൂടെ അലോക്കേറ്റഡ് മോർ ആ റിസോഴ്സുകൾ കാര്യങ്ങൾ, അതൊക്കെ കൊണ്ടും ഈ ഒരു സംഭവങ്ങൾ നമുക്ക് വേ ഫോർവേഡായിട്ട് മുമ്പോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, കൂടാതെ വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. ഓക്കെ, പിന്നെന്താ കോമ്പറ്റീറ്റീവ് സബ് ഫെഡറലിസം. ഓക്കെ,
കോമ്പറ്റേറ്റീവ് ഫെഡറലിസം എന്നല്ലാതെ കോമ്പറ്റേറ്റീവ് സബ് ഫെഡറലിസം എങ്കിൽ മാത്രമാണ് ഇത് ലോക്കൽ ഗവൺമെന്റിന്റെ കൂടെ എത്തിക്കൊണ്ട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അത് ആക്ച്വലി വെച്ചാൽ എംപവേർഡ് സിറ്റി ഗവേണൻസ്, സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ, കോമ്പറ്റേറ്റീവ് സബ് ഫെഡറലിസം, ഈ നമ്മുടെ ഈ JNM, URM, അമൃത് റിസോഴ്സുകൾ, ഫിനാൻസ് കമ്മീഷൻ റിസോഴ്സുകൾ ഒക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇങ്ങനെ രീതിയിൽ പോകുന്നൊരു സിസ്റ്റത്തിനെ കുറച്ചും ബെറ്റർ ആക്കി ഡീസെൻട്രലൈസേഷൻ ഉറപ്പുവരുത്താനും കുറച്ചും ബെറ്റർ ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഇതിനാണ് ഇവിടെ എഡിറ്റോ ഈ ഒരു എക്സ്പ്ലെയിൻ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ പറയേണ്ടത് എന്താ ആക്ച്വലി വെച്ചാൽ കോമ്പറ്റേറ്റീവ് സബ് ഫെഡറലിസം കുഡ് എമർജ് ആസ് എ പ്രോമിസിംഗ് ഫോഴ്സ് ഫോർ ചേഞ്ച്. ഓക്കെ, പിന്നെ ഇവിടെ പറയേണ്ടത് എന്താ ആക്ച്വലി ന്യൂഡൽഹി ഈസ് സഫോക്കേറ്റിംഗ്ലി പൊല്യൂട്ടഡ് ആൻഡ് ബംഗളൂരു ഇമ്മൊബിലൈസിംഗ്ലി കൺജസ്റ്റഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൈസ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ടയർ സിറ്റീസ് ആയിട്ടുള്ള ഭുവനേശ്വർ, കോയമ്പത്തൂർ, ഇൻഡോർ, കൊച്ചി, മൊഹാലി, സൂററ്റ് ഈസ് എൻകറേജിങ് ബട്ട് നീഡ്സ് ടു ബി സപ്പോർട്ടഡ്. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ആക്ച്വലി ഈ ഡീസെൻട്രലൈസേഷൻ ഉറപ്പുവരുത്താനും ഫണ്ടുകൾ റിസോഴ്സുകൾ ഉറപ്പുവരുത്താനും കൂടാതെ അവർക്ക് അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താനും പിന്നെന്താ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമായിരിക്കും ഈ സംഭവത്തെ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് നമ്മുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അന്വേഷണം ചെയ്തിട്ടുള്ള 73-74 ഒക്കെ ഒരു ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ആക്ച്വലി വെച്ചാൽ എന്താ GST എഫക്റ്റ് ഓഫ് പോളിസീസ് ഡെവലപ്ഡ് കൺട്രീസ് ഓൺ ഇന്ത്യ. ഓക്കെ, സോ IR വരുന്നൊരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ IR വരുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത് വരുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് ആക്ച്വലി വെച്ചാൽ ചൈന US സമ്മിറ്റ് ദാറ്റ് ഡ്രൂ ഗ്ലോബൽ അറ്റൻഷൻ. ഓക്കെ, ആക്ച്വലി വെച്ചാൽ ചൈനീസ് അംബാസഡർ ടു ഇന്ത്യ ആയിട്ടുള്ള ഷൂ ഫയോങ് ആണ് ആളിത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ആക്ച്വലി എന്താ ആഫ്റ്റർ 9 years എന്താ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൺസ് അഗൈൻ സെറ്റ് ഫുട്ട് ഓൺ ചൈനീസ് സോയിൽ. ഓക്കെ, വെച്ചാൽ എന്താ 9 വർഷത്തിന് ശേഷമാണ് എന്താ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസിറ്റഡ് ബെയ്ജിങ്. ഓക്കെ, സമ്മിറ്റ് കമ്പയർഡ് ടു നിക്സൺ മാവോ 1972 ഇൻ ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ്. ഓക്കെ, കാര്യം വെച്ചാൽ ഇത് ആക്ച്വലി എന്താ മുമ്പ് 1972 ആക്ച്വലി നമ്മുടെ റിച്ചാർഡ് നിക്സൺ അതുപോലെ മാവോ സേതുങ് രീതിയിലേക്ക് ഇത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിനകത്ത്. ഓക്കെ, അതുപോലെ അത്ര ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് കൊടുക്കുന്ന കാരണം നമുക്കറിയാം. ആക്ച്വലി വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് നടക്കുന്നുണ്ട്, US ഇറാൻ ഇഷ്യൂ നടക്കുന്നുണ്ട്. പല രീതിയിലേക്കും വേൾഡ് വളരെ ആ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാതെ എന്താ പറയുക ആ ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ക്ലോഷർ ചെയ്തു. ഇതൊക്കെ കാരണം എന്താ മുമ്പോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ആണല്ലേ. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഇവിടെ എന്താ പറയുന്നത് ആക്ച്വലി വൈ ഹാസ് ദ ചൈന US സമ്മിറ്റ് ക്യാപ്ചർ ദ വേൾഡ്സ് അറ്റൻഷൻ. എന്തുകൊണ്ടാണ് വേൾഡ് ടുഡേ ഈസ് ഫ്രോട്ട് വിത്ത് ടർമോയിൽ ആൻഡ് ഇൻസ്റ്റെബിലിറ്റി. ആ ഇൻസ്റ്റെബിലിറ്റി നിലക്കൊണ്ട് തന്നെ ആക്ച്വലി ഗ്രേറ്റർ ദ നീഡ് ഫോർ സ്റ്റേബിൾ ആൻഡ് കൺസ്ട്രക്റ്റീവ് ചൈന US റിലേഷൻഷിപ്പ്. ഓക്കെ, ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ചൈന US റിലേഷൻഷിപ്പ് ബെറ്റർ ആയിട്ട് സ്റ്റേബിലിറ്റി മുമ്പോട്ട് പോകേണ്ട ആവശ്യകത നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കണ്ടസ്റ്റിലാണ് ആക്ച്വലി ഈ ഒരു സമ്മിറ്റ് പോലും നടന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണിച്ചെന്ന് വെച്ചാൽ ഈ സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമ്മിറ്റ് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താ ഈ രണ്ട് സ്റ്റേറ്റിന് ഹെഡുകൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോഴാണ് സമ്മിറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോൺഫറൻസ് ഒക്കെ പറയുമ്പോൾ ആക്ച്വലി വെച്ചാൽ അതല്ലാതെ കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള ഫോറിൻ മിനിസ്റ്റർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഡിഫൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ ഒരു കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സമ്മിറ്റ് എന്ന് പറയുമ്പോൾ പ്രശ്നം എന്താ ആ രണ്ട് സ്റ്റേറ്റിന് ഹെഡുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആക്ച്വലി ഇവിടെ സമ്മിറ്റ് എന്നുള്ള കാര്യം വേർഡ് യൂസ് ചെയ്താൽ കാര്യം ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത് ആക്ച്വലി വെച്ചാൽ വാട്ട് ആർ ദ ഔട്ട്കംസ് ആഫ്റ്റർ ദ ചൈന US ഹാൻഡ്ഷേക്ക്. എന്താ കൺസ്ട്രക്റ്റീവ് ചൈന US റിലേഷൻഷിപ്പ് ഓഫ് ദ സ്ട്രാറ്റജിക് സ്റ്റെബിലിറ്റി പ്രൊവൈഡിങ് സ്ട്രാറ്റജിക് ഗൈഡൻസ് ഫോർ ബയലാറ്ററൽ റിലേഷൻസ് ഓവർ ദ നെക്സ്റ്റ് 3 years ആൻഡ് ബിയോണ്ട്. ഓക്കെ, ആ രീതിയിലൊക്കെ ഇത് ബെറ്റർ ആയിട്ട് മാറുന്നുണ്ട്. കൂടാതെ എന്താ ആക്ച്വലി വെച്ചാൽ ഇക്കണോമിക് ആൻഡ് ട്രേഡ് കോപ്പറേഷൻ ഇസ് ദ ബെല്ല സ്റ്റോൺ. ബെല്ല സ്റ്റോൺ എന്ന് പറയുമ്പോൾ വെച്ചാൽ സ്റ്റെബിലൈസിങ് വെയിറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, വെച്ചാൽ ഈ എക്കണോമിക് നമ്മൾ ഒരുപാട് ആ രീതിയിലേക്ക് ചൈന US ഇന്റർ ഡിപ്പെൻഡ് ആണ്. ഓക്കെ, ആ രീതിയിലേക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഇവർ തമ്മിൽ പൊളിറ്റിക്കൽ ടെൻഷൻസും കാര്യങ്ങളും അത് വരാതെ ഇത് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്ന എക്കണോമിക് പാർട്ട്ണർഷിപ്പിന് കാര്യങ്ങൾക്കും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഇമ്പോർട്ടൻസ് എക്കണോമിക് റിലേഷൻഷിപ്പിന് ഉണ്ടായിട്ടുണ്ട്. കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത് വെച്ചാൽ എന്താ ഈ ട്രംപിനൊപ്പം തന്നെ ആക്ച്വലി വെച്ചാൽ 17 അമേരിക്കൻ ബിസിനസ് ടൈറ്റൻസ് കൂടെ ഈ ചൈന വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചില ടെസ്ല CEO ഇലോൺ മസ്ക്, ആപ്പിൾ CEO ടിം കുക്ക്, ഓക്കെ സിറ്റി ചെയർ CEO ജെയിൻ ഫ്രീസ്, അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ഇതിനൊപ്പം തന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് വളരെ കൂടുതലായിരുന്നു ഈ ഒരു വിസിറ്റിനകത്ത്. ഓക്കെ, കൂടാതെ എന്താ ആക്ച്വലി വെച്ചാൽ ഈ ഒരു US ചൈന എക്കണോമിക് ആൻഡ് ട്രേഡ് കോപ്പറേഷൻ പ്രൊവൈഡ് സെറ്റിൽമെന്റ് ഫോർ ഗ്ലോബൽ എക്കണോമി. ഓക്കെ, ഈ രണ്ട് ശക്തികളും പവർ സെന്ററുകളും ഒന്നിച്ച് ആ ഒരു രീതിയിലേക്ക് മുമ്പോട്ട് പോകുന്ന വെച്ചാൽ എന്താ അത് ആക്ച്വലി ഒരു സ്റ്റെബിലിറ്റിയാണ് ഇത് ശരിക്കും എന്താ പറയുക മുമ്പോട്ട് കാണിക്കുന്നത്. ഓക്കെ, ആ രീതിയിലേക്ക് ഈ ഒരു വിസിറ്റിന് വളരെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ സ്ട്രാറ്റജിക് സ്റ്റെബിലിറ്റി. ഓക്കെ, ലീഡേഴ്സ് അഗ്രി ടു ന്യൂ വിഷൻ ഓഫ് കൺസ്ട്രക്റ്റീവ് റിലേഷൻഷിപ്പ് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റെബിലിറ്റി. ഓക്കെ, ആ രീതിയിലേക്ക് ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ട്.
പിന്നെന്താ റെസിപ്രോക്കൽ താരിഫ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോർഡ് ഓഫ് ട്രേഡ്, ബോർഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് രീതിയിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോട് പറയുന്നുണ്ട് വെച്ചാൽ നമ്മുടെ ഇൻക്ലൂഡിങ് എസ്റ്റാബ്ലിഷിങ് ബോർഡ് ഓഫ് ട്രേഡ് ആൻഡ് ബോർഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, വെച്ചാൽ അഡ്രസ്സിങ് ഈച്ച് അതേഴ്സ് കൺസേൺസ് റിഗാർഡിംഗ് മാർക്കറ്റ് ആക്സസ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. ഓക്കെ, പിന്നെന്താ എക്സ്പാൻഡിങ് two-way trade within the framework of reciprocal tariff reductions. ഓക്കെ, അതുകൊണ്ട് കൂടി തന്നെ ഈ എക്കണോമിക് റിലേഷൻഷിപ്പ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇവിടെ എക്കണോമിക് ബല്ലാസിൻ്റെ ഇതിലേക്ക് ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെന്താ ടെക് ഫ്രണ്ടിയറിൽ NVIDIA CEOs പ്രസന്റ് സിമുലൈസ്ഡ് ഇമ്പോസിബിലിറ്റി ഓഫ് സ്ട്രിക്റ്റ് ഡീകപ്ലിംഗ്. ഓക്കെ, ഡീകപ്ലിംഗ് വെച്ചാൽ ആ ഈ ഡിപ്പെൻഡൻസ് ഒഴിവാക്കാൻ. ഓക്കെ, ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ സപ്ലൈ ചെയ്യേണ്ടത് റോ മെറ്റീരിയൽസ് അവിടെ നിന്ന് വാങ്ങുമ്പോൾ അവിടെ ഡിപ്പെൻഡൻസ് കൂടിയിട്ടുണ്ട് അല്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡീകപ്ലിംഗ് ചെയ്യാൻ വെച്ചാൽ അവിടെ നിന്നുള്ള സപ്ലൈ ചെയിൻസോ കാര്യങ്ങളോ യൂസ് ചെയ്യാതെ അവർ സ്വന്തമായിട്ട് കണ്ടെത്തുമല്ലോ വേറെ രീതിയിൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ ആ ഡീകപ്ലിംഗ് ഒരു സംഭവം നടക്കുന്നത്. പക്ഷേങ്കിൽ ആക്ച്വലി വെച്ചാൽ ഈ നമ്മുടെ NVIDIA CEOന്റെ പ്രസൻസും കൂടെ അവിടെ വരുമ്പോൾ ആക്ച്വലി എന്താ ഈ രണ്ട് രാജ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് AI മേഖലയ്ക്ക് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇമ്പോസിബിലിറ്റി ഓഫ് ഡീകപ്ലിംഗ് ആണ്, സ്ട്രിക്റ്റ് ആയിട്ട് ഡീകപ്ലിംഗ് ആണ് ഇവിടെ നിലയ്ക്കുന്നത്. അതാണ് റിയാലിറ്റി. ഓക്കെ, അതുകൊണ്ടാണ് ആക്ച്വലി ഈ NVIDIA CEOന്റെ പ്രസൻസ് പോലും ആ രീതിയിലേക്ക് ഇമ്പോസിബിലിറ്റി ഓഫ് സ്ട്രിക്റ്റ് ഡീകപ്ലിംഗ്. ഓക്കെ, നമുക്ക് വെച്ചാൽ US ഉം ചൈനയും ഇമ്പോർട്ട് പ്ലേയേഴ്സ് ആണ്, അവർ തമ്മിൽ റിലേഷൻഷിപ്പും ഇന്റർഡിപെൻഡൻസും എന്താ നിലയ്ക്കുന്നുണ്ട്. ആ ഒരു റിയാലിറ്റിയാണ്, ആ രീതിയിലേക്കാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, AI കോപ്പറേഷൻ എലിവേറ്റർ ആസ് എ ബൈലാറ്ററൽ ഗവേണൻസ് ട്രാക്ക്. ഓക്കെ, ആ രീതിയിലൊക്കെ ഇതിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ ഷീ എംഫസൈസ്ഡ് സോവറിനിറ്റി ഓവർ ദ ആ ഒരു തായ്വാന്റെ കേസിനകത്താണ് ആ ഒരു നിലയ്ക്കുന്ന ഒരു ഇഷ്യൂ. സ്റ്റില്ലെന്ന് വെച്ചാൽ എന്താ അവരിടപെടുന്നില്ല ആ രീതിയിലേക്ക് എന്താ പറയാ. ഷോട് പറഞ്ഞു ട്രംപ് ക്ലാരിഫൈഡ് US ഡസ് നോട്ട് ബാക്ക് യൂണിലാറ്ററൽ ഇൻഡിപെൻഡൻസ്. ഓക്കെ, സംബന്ധിച്ച ഒരു സ്റ്റെബിലിറ്റി റെഡ്യൂസസ് റിസ്ക് ഓഫ് കോൺഫ്ലിക്ട് എസ്കലേഷനൊക്കെ ഒരു രീതിയിലേക്ക് അതിന്റെ രീതിയിലേക്ക് ഒരു സംസാരിച്ചിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിലേക്ക് വരുമ്പോൾ വലിയൊരു എക്കണോമിക് സ്റ്റെബിലിറ്റി തകർക്കുന്ന രീതിയിലേക്ക് ഒരു പ്രസന്റ് എന്താ പറയാ തീരുമാനങ്ങളോ ഡിസിഷൻസുകളോ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ ഇംപ്ലിക്കേഷൻസ് ഫോർ ഇന്ത്യൻ ഇംപ്ലിക്കേഷൻസ് പറയുന്നത് അവരോട് പറയുന്നത് വെച്ചാൽ എന്താ കൺസേൺസ് ഓഫ് റെഡ്യൂസ് സ്ട്രാറ്റജിക് സ്പേസ് ആർ അൺവാറന്റഡ്. ഓക്കെ, ഇന്ത്യസ് റൈസ് ഡ്രിവൺ ബൈ റിഫോംസ് ആൻഡ് ഓട്ടോണമി, സ്റ്റേബിൾ China-US ടൈസ്. ഓക്കെ, ഇന്ത്യ പ്രഡിക്റ്റബിലിറ്റി ബെനിഫിറ്റിംഗ് ഏഷ്യ. വെച്ചാൽ നമ്മളിപ്പം China-US ബെറ്റർ ആയിട്ട് റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പ്രഡിക്റ്റബിലിറ്റി കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അത് കാരണം സംഭവിക്കുന്നത് ആക്ച്വലി ഏഷ്യ മൊത്തത്തിൽ തന്നെ ഇന്ത്യ മൊത്തത്തിൽ തന്നെ എന്താ ആ ബെനിഫിഷ്യൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അത് കൂടി വരുമ്പോൾ ആക്ച്വലി വെച്ചാൽ ഇന്ത്യൻ ഒരു മൾട്ടിലാറ്ററൽ കോപ്പറേഷൻ അതൊക്കെ വരുമ്പോഴും ഈ ബ്രിക്സ് കാര്യങ്ങളൊക്കെ രീതിയിൽ ബെറ്റർ ആക്കി മുമ്പോട്ട് പോകാനും അതൊക്കെ വരുമ്പോൾ ആക്ച്വലി ആ ഒരു പീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് മുമ്പോട്ട് പോകാനും നമ്മുടെ ഡെവലപ്മെന്റ് സെറ്റപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാനൊക്കെ രീതിയിലേക്കും ഈ ഒരു സാഹചര്യം എന്താ പറയുക ഉരുത്തിരിഞ്ഞ് വരുന്ന രീതിയിലേക്കാണ് ഇവിടെ ഇംപ്ലിക്കേഷൻസ് ഫോർ ഇന്ത്യ രീതിയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ആ രീതിയിൽ ഇത് എൻഡ് ചെയ്യാം. അടുത്തതിലേക്ക് പോവാം. അടുത്ത എക്ഷൻ വെച്ചാൽ GS to ജുഡീഷ്യറി ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, இந்த എക്ഷൻ വെച്ചാൽ എന്താ പറയുന്നത് ഇൻ സ്ട്രേ ഡോഗ്സ് കേസ് ഇൻ SC ക്വസ്റ്റ്യൻസ് ഓഫ് റൈറ്റ് ടു ലൈഫ് കമ്പാഷൻ ടു ലിവിങ് ബീയിങ്സ്. ഓക്കെ, ഇവിടെ എന്താ പറയുക വെച്ചാൽ എന്താ കോണ്ടസ്റ്റ് SC ഡിസ്മിസ് ചാലഞ്ചസ് ഓൺ സ്ട്രേ ഡോഗ് മാനേജ്മെന്റ്. ഓക്കെ, വാർണിംഗ് സ്റ്റേറ്റ് കനോട്ട് റിമെയിൻ പാസീവ് ടു റൈസിങ് അറ്റാക്സ്. ഓക്കെ, കേസ് ട്രിഗേർഡ് ബൈ ചൈൽഡ്സ് ഡെത്ത് ഇൻ ഡൽഹി 2025. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ചാൽ സ്റ്റേറ്റിന് ജസ്റ്റ് ഈ ഒരു സ്ട്രേ ഡോഗിന് കേസ് വരുമ്പോൾ പാസീവ് സ്പെക്ടേറ്ററി മാത്രം നിലനിൽക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ഇവിടെ പറയേണ്ട വെച്ചാൽ നമ്മുടെ ആർട്ടിക്കിൾ 21. ഓക്കെ, റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ്സ് ദ റൈറ്റ് ടു മൂവ് ഫ്രീലി ഇൻ പബ്ലിക് സ്പേസസ് വിത്തൗട്ട് ഫിയർ ഓഫ് അറ്റാക്ക്. ഓക്കെ, ആയി നോക്കുമ്പോൾ ആക്ച്വലി നമുക്കിത് ബെറ്റർ ആയിട്ടൊരു പബ്ലിക് സ്പേസ് ലഭിക്കുന്നില്ല എങ്കിലും എന്താ സാധിക്കുന്നുണ്ടോ മുമ്പോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. ഇവിടെ ഒരു ട്രിഗർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2025 എന്താ ജൂലൈയിൽ എന്താ ടേക്കിംഗ് സോ മോർ ടു കോഗ്നിസൻസ് ഓഫ് ന്യൂസ് റിപ്പോർട്ട് അബൌട്ട് എ 6-year-old ഗേൾ ഇൻ ന്യൂഡൽഹി ഡൈയിങ് ആഫ്റ്റർ ഡോഗ് ബൈറ്റ്. ഓക്കെ, വെച്ചാൽ കഴിഞ്ഞ ജൂലൈയിൽ ഇവിടെ ന്യൂഡൽഹിയിലാണെങ്കിൽ തന്നെ ഒരു 6 വയസ്സുള്ള പെൺകുട്ടി എന്താ ഈ ഡോഗ് ബൈറ്റ് കാരണം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ഇൻസിഡന്റ് ട്രിഗർ ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ജുഡീഷ്യൽ തന്നെ ഈ രീതിയിലേക്ക് സോ മോട്ടോ കേസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോയത്. ഓക്കെ, ആ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വരുന്ന കാര്യം. ഇവിടെ വേറെ കാര്യം വെച്ചാൽ സ്ട്രേ ഡോഗ് റേസസ് എന്തുകൊണ്ടാണ് അലാമിങ് രീതിയിലേക്ക് മുമ്പോട്ട് പോകാൻ കാരണം ആക്ച്വലി വെച്ചാൽ പൂവർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ആനിമൽ ബർത്ത് കൺട്രോൾ ഫ്രെയിംവർക്ക് വെച്ചാൽ ABC ആനിമൽ ബർത്ത് കൺട്രോൾ ഫ്രെയിംവർക്കിന്റെ പൂവർ ഇംപ്ലിമെന്റേഷൻ കൂടി കാരണമാണ് ആക്ച്വലി ഈ രീതിയിലേക്ക് മുമ്പോട്ട് പോകാനുള്ള കാരണവും ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് വെച്ചാൽ ആർട്ടിക്കിൾ 21 ഇവിടെ അഫക്ട് ചെയ്തിട്ടുള്ള എന്താ റൈറ്റ് ടു സേഫ്റ്റി. ഓക്കെ, കോർട്ടർ സിറ്റിസൺസ് മസ്റ്റ് മൂവ് ഫ്രീലി ഇൻ പബ്ലിക് സ്പേസസ് വിത്തൗട്ട് ഫിയർ ഓഫ് അറ്റാക്ക്. ഓക്കെ, ഇപ്പോൾ സേഫ്റ്റി ഈസ് എ ഇന്റഗ്രൽ
ടു റൈറ്റ് ടു ലൈഫ്. ഓക്കെ, ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന റൈറ്റ് ടു ലൈഫ് പറയുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ റൈറ്റ് ടു സേഫ്റ്റി എന്നുള്ളത് പബ്ലിക് സ്പേസിലൂടെ മുമ്പോട്ട് പോകാനുള്ളത് ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു ലൈഫിനെ പോലും ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ രീതിയിലാണ് കോർട്ട് ഇതിനെ കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെന്താ വരുന്നത് വെച്ചാൽ ആക്ച്വലി നമ്മുടെ ഇവിടെ പറയുന്നുണ്ട് ആക്ച്വലി എന്താ ആനിമൽ വെൽഫെയർ അസോസിയേഷൻ റിപ്ലൈഡ് ഓൺ എന്താ ആർട്ടിക്കിൾ 51AG വിച്ച് ആസ്ക് സിറ്റിസൺസ് ഷോ കമ്പാഷൻ ടുവേർഡ്സ് ലിവിങ് ക്രീച്ചേഴ്സ്. ഓക്കെ, ആ രീതി പറയുമ്പോൾ എന്താ പറയുന്നത്, ഇവിടെ പറയുന്നത് എന്താ ആർട്ടിക്കിൾ 51G എന്നുള്ളത് ആനിമൽ വെൽഫെയർ ഗ്രൂപ്പ്സ് ആർഗ്യൂഡ് ദാറ്റ് മാസ് റിമൂവൽ ഓഫ് വയലേറ്റ്സ് ഡോഗ്സ് ടെറിട്ടോറിയൽ നേച്ചർ. ഓക്കെ, കൂടാതെ എന്താ സ്റ്റെറിലൈസേഷൻ പ്ലസ് വാക്സിനേഷൻ ഈസ് ഹ്യൂമൻ. ഓക്കെ, അത് വരുമ്പോൾ ആക്ച്വലി വെച്ചാൽ അത് ഇതിൻ്റെ എന്താ പറയുക ടെറിട്ടോറിയൽ ആയിട്ടാണ് ഡോഗ്സ് വരുന്നത്. ഓരോ പർട്ടിക്കുലർ സ്ഥലത്ത് ഇത്ര ടെറിട്ടോറിയൽ ഈ ഒരു ഡോഗ് ഉണ്ടാവും. ആ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു മാസ് ആയിട്ടുള്ള റിമൂവലൊക്കെ സംഭവിക്കുമ്പോൾ ആ ഒരു ടെറിട്ടോറിയൽ നേച്ചറിനെ റിമൂവ് ചെയ്യുന്നുണ്ട്, അതൊരു രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താ ആക്ച്വലി വെച്ചാൽ ആർട്ടിക്കിൾ 51A പറയുന്ന പ്രകാരം എന്താ ആ ഒരു ലൈക്ക് എന്താ ഡ്യൂട്ടി ഓഫ് കമ്പാഷൻ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓൺ കമ്പാഷൻ ടു ലിവിങ് ബീസ് എന്നുള്ളത് കൂടി ഇതിൽ എൻഷുർ ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് ഈ ഒരു ചലഞ്ച് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ നമ്മുടെ ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ കോർട്ടാണെങ്കിലും ഈ സിവിക് അതോറിറ്റി ഡയറക്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ എന്താ പിക്കപ്പ് സ്ട്രേ ഡോഗ്സ് ഫ്രം പബ്ലിക് പ്ലേസസ് ആൻഡ് മൂവ് ദം ടു ഷെൽട്ടേഴ്സ്. ഓക്കെ, വെച്ചാൽ ഡോഗ് ഷുഡ് നോട്ട് ബി റിലീസ്ഡ് ബാക്ക് ഓൺ ടു സ്ട്രീറ്റ്, ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്താ ഇത് നമ്മുടെ ABC റൂൾസ് ഇല്ലേ, ആ ഒരു ആനിമൽ ബർത്ത് കൺട്രോൾ ഫ്രെയിംവർക്കിലെ അതുമായിട്ട് എന്താ ആക്ച്വലി വെച്ചാൽ അതൊരു കോൺട്രറി ആയിരുന്നു. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ ആക്ച്വലി വെച്ചാൽ റൂൾസ് റിക്വയർ സ്ട്രേ ഡോഗ്സ് ടു ബി സ്റ്റെറിലൈസ്ഡ് ആൻഡ് വാക്സിനേറ്റഡ് ബിഫോർ ബീങ് റിലീസ്ഡ് ഇൻ ടു ദി സെയിം ഏരിയ ഫ്രം വേർ ദേ വേർ പിക്ഡ് അപ്പ്. ഓക്കെ, ആ രീതിയിൽ ABC റൂൾസ് പറഞ്ഞു വെച്ചാൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വാക്സിനേറ്റ് ചെയ്ത ശേഷം അവരെവിടെ നിന്നാണ് പിക്ക് ചെയ്ത് അവിടെ തിരിച്ചു വിടാൻ രീതിയിൽ ABC റൂൾസ് പറയുന്നത്. പക്ഷേ ഇവിടെ ആക്ച്വലി പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ 2025 നമ്മുടെ കോർട്ട് പറഞ്ഞിട്ടുള്ളത് എന്താ റിലീസ് ചെയ്യേണ്ട, അവരെ ഷെൽട്ടറിലേക്ക് മാറ്റാൻ രീതിയിലേക്കാണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു കോർട്ട് ഒരു തീരുമാനം പിന്നീട് എന്താ പറയുക പരിശോധിച്ച കാര്യം എടുത്തതെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് എന്താ കോർട്ട് സോഫ്റ്റൻ ദ ഏർലിയർ ഡയറക്ഷൻസ് ആൻഡ് റിസ്റ്റോർഡ് ദ സ്റ്റെറിലൈസേഷൻ ആൻഡ് റിലീസ് പോളിസി ബട്ട് എന്താ അലോയിങ് അതോറിറ്റീസ് ടു കീപ് റാബിഡ് ഓർ അഗ്രസീവ് ഡോഗ്സ് ഓക്കെ ഇൻ ഷെൽട്ടേഴ്സ്. ഓക്കെ, അങ്ങനെ രീതിയിലേക്ക് മാറ്റി. അപ്പോഴെന്താ ഇറ്റ് ഓൾസോ ബാർഡ് ഫീഡിങ് ഇൻ പബ്ലിക് സ്പേസസ് ഔട്ട്സൈഡ് ഡെസിഗ്നേറ്റഡ് സോൺസ് കൂടെ. ഓക്കെ, അപ്പം ഡെസിഗ്നേറ്റഡ് സോൺസിന് ഔട്ടർ രീതിയിൽ വരുമ്പോൾ അവിടെ ഫീഡിങ് ബാർ ചെയ്തു. കൂടാതെ റാബീസ് ആയത് മാത്രമല്ല അഗ്രസീവ് ഡോഗ്സിനെ എന്താ ആ ഒരു ഷെൽട്ടറിൽ തന്നെ നിലനിർത്തുന്ന രീതിയിലേക്കും അവരെ കണക്ക് എന്താ പറയുക കോർട്ട് ഇതിനെ റീഡയറക്റ്റ് സോഫ്റ്റ്വെയർ ചെയ്തു ആ ഒരു തീരുമാനം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ പിന്നീട് എന്താ ഇഷ്യൂസ് കുഡ് നോട്ട് ലോങ്ങർ ബി ട്രീറ്റഡ് ഓൺലി ആസ് എൻ ആനിമൽ വെൽഫെയർ കൺസേൺ. എന്താ കാര്യം വെച്ചാൽ ഈ മാസ് റിമൂവൽ സംഭവിക്കുമ്പോഴെന്ന് പ്രശ്നം വെച്ചാൽ ഡോഗ്സ് വാസ് എന്താ നെയ്തർ സസ്റ്റൈനബിൾ നോർ എഫക്റ്റീവ്. കാരണം എന്തുകൊണ്ടാണ് ഡോഗ്സ് എന്നുള്ളത് ആക്ച്വലി ടെറിട്ടോറിയൽ ആനിമൽസ് ആണ്. അപ്പോൾ റിമൂവിങ് സ്റ്റെറിലൈസ്ഡ് ഡോഗ്സ് ഫ്രം എൻ ഏരിയ വുഡ് ഓൺലി ക്രിയേറ്റ് സ്പേസ് ഫോർ അൺസ്റ്റെറിലൈസ്ഡ് ഡോഗ്സ് ടു മൂവ് ഇൻ. ഓക്കെ, ഇപ്പോൾ ഡോഗ്സ് ആക്ച്വലി ടെറിട്ടോറിയൽ നേച്ചർ പോലെ എന്താ പറയുക ഇത് മുമ്പോട്ട് വന്ന ജീവി ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റെറിലൈസ്ഡ് ഡോഗ്സിനെ എന്താ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരാണ്ട് മാറ്റിക്കഴിഞ്ഞ പ്രശ്നം എന്ന് വെച്ചാൽ ആക്ച്വലി ഈ അൺസ്റ്റെറിലൈസ്ഡ് ഡോഗ്സുകൾ വേറെ സ്ഥലത്ത് നിന്ന് അവിടെ വരുന്നുണ്ടാവും. പിന്നെ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഈ പ്രശ്നം മുമ്പോട്ട് ഫുള്ള് വലുതായി പോവുക ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കൺസേണിലാണ് ആക്ച്വലി ആ ഒരു ഇതിൽ അനിമൽ വെൽഫെയർ കൺസേൺ ഇവിടെ അറിയിച്ചത്. ഓക്കെ, അവിടെയാണ് എന്താ പറഞ്ഞത് ആക്ച്വലി നമ്മളിവിടെ എന്ത് പറഞ്ഞു ആ ഒരു അഗ്രസീവ് ഡോഗ്സിനെ ഷെൽട്ടറിന് വെക്കുന്നു, മറ്റേതിനെ എന്താ പറയുക സ്റ്റെറിലൈസേഷൻ ശേഷം തിരിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടാവും. ഓക്കെ, പിന്നെ പറഞ്ഞ വെച്ചാൽ ആക്ച്വലി ഡയറക്റ്റിംഗ് സ്റ്റേറ്റ്സ് ആൻഡ് നാഷണൽ ഹൈവേ അതോറിറ്റി ടു എന്താ റിമൂവ് സ്ട്രേ അനിമൽസ് ഫ്രം ഹൈവേസ് എന്താ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിമിസസ് ജസ്റ്റ് സ്കൂൾസ് ഹോസ്പിറ്റൽസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ വെച്ചാൽ എന്താ വൺ ഫുള്ളി ഫങ്ഷണൽ ABC സെന്റർ ആക്ച്വലി അറ്റ്ലീസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും യൂണിറ്റ് ടെറിട്ടറികളിലും എന്താ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്കും കോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ വെച്ചാൽ എക്സ്പാൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിപ്പെൻഡിങ് ഓൺ ദ പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് ലോക്കൽ റിക്വയർമെന്റ്സ് ആ രീതിയിലേക്കും ഈ ഒരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ABC സെന്റർ അതിൻ്റെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ രീതിയിലേക്കും അത് ചെയ്യുന്നതിൽ കോർട്ട് എന്താ പറയുക ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചാൽ എവറി ഡിസ്ട്രിക്റ്റിൻ്റെ കേസാണ് ഇപ്പം കോർട്ടോട് പറഞ്ഞ എസ്റ്റാബ്ലിഷിംഗ് ഫുള്ളി ഫങ്ഷണൽ ABC സെന്റർ എന്നുള്ളത്. ഓക്കെ, ABC വെച്ചാൽ എന്താ ആനിമൽ ബോർഡ് ഓഫ് എന്താ കൺട്രോൾ ആനിമൽ ബർത്ത് കൺട്രോൾ ഫ്രം ആനിമൽ ബർത്ത് കൺട്രോളാണ് ആക്ച്വലി ABC ഇത് വരുന്നത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞ വെച്ചാൽ ആക്ച്വലി ഉത്തനേഷ്യ എന്താ വെച്ചാൽ ദയാവധ അല്ലെ ഉപദേശം വെച്ചാൽ ഇൻ കേസസ് ഇൻവോൾവിങ് റാബിഡ് ഇൻക്യൂറബിളി ഇല്ല ഓർ ഡെമോൺസ്ട്രബിളി ഡേഞ്ചറസ് ആയിട്ടുള്ള അഗ്രസീവ് ഡോഗ്സിനെ എന്താ പോസിങ് ത്രെറ്റ് ടു ഹ്യൂമൻ ലൈഫ് ആണെങ്കിൽ അതിന് ആക്ച്വലി ഇതിൻ്റെ അക്കോർഡൻസ് വിത്ത് ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് ആൻഡ് ദ ABC റൂൾസിന് പ്രകാരം തന്നെ അക്കോർഡിംഗ് ചെയ്തുകൊണ്ട് തന്നെ എന്താ അവിടെ ആക്ച്വലി ഉത്തനേഷ്യ അനുവദിക്കാവുന്ന രീതിയിലേക്കും ഇത് കോർട്ട് ഇതിനകത്ത് തീരുമാനം എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ആക്ച്വലി വെച്ചാൽ നമ്മുടെ ആനിമൽ ബർത്ത് കൺട്രോൾസ് റൂൾസ് 23 പിന്നെന്താ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ഓഫ് ടു ആനിമൽസ് ആക്ട് ഉണ്ട്
1960 അതൊക്കെ രീതിയിലേക്കാണ് ഇതിന്റെ ഇത് കൺസിഡർ ചെയ്തിട്ട് മുമ്പോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യുത്തനേഷ്യ ഈസ് അലൗഡ് ഓൺലി ഇൻ ദ ലിമിറ്റഡ് സിറ്റുവേഷൻസ് എന്താ ഇൻവോൾവിംഗ് റാബിഡ് ആൻഡ് ടെർമിനലി ഇൽ ഓർ ഫാറ്റലി ഇഞ്ചുവേർഡ് ആനിമൽസ്. ഓക്കെ, ആ രീതിയിലേക്കാണ് നമ്മൾ ഇതിനകത്തൊരു എന്താ പറയുക ടേക്ക് അവേ രീതിയിലേക്ക് നമ്മുടെ ജുഡീഷ്യൽ എന്താ പറയുക മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഒരു ബാലൻസ്ഡ് അപ്രോച്ചിന്റെ രീതിയിലേക്ക്. ഓക്കെ, ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബാലൻസ്ഡ് അപ്രോച്ച് SC restored sterilization release policy but permitted strict measures for dangerous dogs. Okay, balance between human rights and compassion. ആ രീതിയിലേക്ക് ഈ ഒരു കേസിൽ നമ്മുടെ കോർട്ട് മുമ്പോട്ട് പോവുകയാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത എക്സ്പ്ലെയിൻ വെച്ചാൽ നമ്മുടെ GS3 സയൻസ് ആൻഡ് ടെക്നോളജി അവയർനെസ് ഇൻ ദ ഫീൽഡ്സിൽ ഡെവലപ്മെന്റ് ആപ്ലിക്കേഷൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് കോണ്ടസ്റ്റ് സോളാർ വിൻഡ് ഇന്ററാക്ട്സ് വിത്ത് പ്ലാനറ്ററി മാഗ്നറ്റിക് ബൗണ്ടറീസ് ക്രിയേറ്റിംഗ് pressure gradients that divert charged particles. ഓക്കെ, ഇപ്പോഴും സംഭവിക്കുന്ന ലോ ഡെൻസിറ്റി പോക്കറ്റ് കോൾഡ് സ്വാൻ വോൾഫ് എഫക്റ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എർത്തിലാണ് ഒരുപാട് ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആക്ച്വലി സണ്ണെന്ന് വരുമ്പോൾ സോളാർ വിൻഡുകൾ കാര്യങ്ങൾ പാർട്ടിക്കിൾസ് വരുമ്പോൾ അത് അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷെ സ്റ്റിൽ എന്താ നമ്മുടെ ഈ മാർസിന്റെ കാര്യം ചൊവ്വേന്റെ കാര്യം വരുമ്പോൾ അവിടെ ആക്ച്വലി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എർത്തിനെ പോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, അല്ലെ വീക്കാണ്, നോ ആണ്. ഓക്കെ, അവിടെ വരുമ്പോൾ ആക്ച്വലി വെച്ചാൽ ഈ കുറച്ച് ഗ്യാപ്പ് കാര്യങ്ങൾക്ക് രീതിയിലായിരിക്കും ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നിലനിൽക്കുന്നത് തന്നെ. അവിടെ ഈ ഒരു സംഭവം വരുമ്പോൾ ആക്ച്വലി വെച്ചാൽ ആ ഈ സ്വാൻ വോൾഫ് എഫക്റ്റ് പറഞ്ഞ പോലെ എന്താ സംഭവിക്കുന്നത് ഈ ഇന്ററാക്ട് ചെയ്ത പ്ലാനറ്ററി മാഗ്നറ്റിക് ബൗണ്ടറീസ് ക്രിയേറ്റിംഗ് പ്രഷർ ഗ്രേഡിയൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴെന്താ ഡൈവേർട്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, ആ സംഭവിക്കുമ്പോൾ സംബന്ധിച്ചാൽ ആക്ച്വലി വെച്ചാൽ ലോ ഡെൻസിറ്റി പോക്കറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു എഫക്റ്റിനെയാണ് ആക്ച്വലി വെച്ചാൽ സ്വാൻ വോൾഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഡിസ്കവർ ചെയ്തതിനു ശേഷം ആക്ച്വലി നാസയുടെ തന്നെ മാവൻ സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്. അതാണ് ആക്ച്വലി December 2023 ഡ്യൂറിങ് എ കൊറോണൽ മാസ് ഇജക്ഷൻ ആ ഒരു ഇത് വന്നപ്പോൾ സൺ എന്നുള്ള ഇത് വരുന്ന ഒരു സംഭവം കൊറോണൽ മാസ് ഇജക്ഷൻ എന്നുള്ളത്. ആ സമയത്താണ് ഇതിനെ എന്താ പറയുക നാസയുടെ മാവൻ എന്നൊരു സ്പേസ് ക്രാഫ്റ്റ് ഇതിന്റെ റീഡിങ്സ് എടുക്കുന്നുണ്ടായത്. ഓക്കെ, ഇത് ആക്ച്വലി വെച്ചാൽ CME ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് സ്ട്രക്ചേഴ്സ് ഇൻ മാർസ് അയോണോസ്ഫിയർ. ഓക്കെ, ഇത് പിന്നെ എന്താ സംഭവിക്കുന്നത് സ്ക്യൂസ്ഡ് പാർട്ടിക്കിൾസ് ടു യൂണിറ്റ് ആൻഡ് സ്ലൈഡ് എന്താ റെഡ്യൂസ് ഡെൻസിറ്റി ബൈ 50%. ഓക്കെ, ആക്ച്വലി വെച്ചാൽ അവിടുത്തെ ആ ഒരു ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെ ഇതാക്കിക്കൊണ്ട് ആ രീതിയിലേക്ക് മുമ്പോട്ട് പോയി. ഓക്കെ, അത് വരുമ്പോഴെന്താ ആക്ച്വലി വെച്ചാൽ പ്രഷർ ഗ്രേഡിയൻസിന് ഇതാക്കി പിന്നെ സംഭവിക്കുന്നത് ഡൈവേർട്ട് ചാർജ് പാർട്ടിക്കിൾ ചെയ്തുകൊണ്ട് ലോ ഡെൻസിറ്റി പോക്കറ്റുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിന്റെ പേരാണ് സ്വാൻ വോൾഫ് എഫക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ എന്താ എൻഹാൻസസ് നോളജ് ഓഫ് സോളാർ പ്ലാനറ്ററി ഇന്ററാക്ഷൻസ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെന്താ സ്പേസ് വെതർ പ്ലാനറ്ററി ഹാബിറ്റബിലിറ്റി നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, വെച്ചാൽ നമ്മുടെ ഇവിടെ എങ്ങനെയാണ് ഈ മാർസിന്റെ കേസിൽ എങ്ങനെയാണ് അവിടുത്തെ ഈ സോളാറിന്റെ സോളാർ വിൻഡുകൾ എഫക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ അവിടെ മാർസിലേക്കൊരു ഹാബിറ്റബിലിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്ന കേസ് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് മനുഷ്യജീവൻ സാഹചര്യമാകുന്നത് വേറെ എന്തെങ്കിലും സ്പേസ് സയൻസ് റിസർച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു നോളജ് ഈ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ആ രീതിയിലേക്കാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ഇവിടെ എന്താ പറയുക കൺസേൺഡ് യൂസ് ചെയ്തിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റ് എന്നുള്ളത് മാവൻ ആണ്. ഈ മാവൻ ആക്ച്വലി വെച്ചാൽ നമ്മുടെ നാസയുടെ ചൊവ്വ ദൗത്യമാണ്. ഓക്കെ, ആക്ച്വലി നമ്മുടെ ആ ഒരു മംഗൾയാനൊക്കെ ഇന്ത്യയുടെ ദൗത്യം പോയ സമയത്ത് ആ ഒരു കോണ്ടസ്റ്റിൽ തന്നെ സമയത്ത് പോയൊരു ഇതാണ് നാസയുടെ മാവൻ എന്നുള്ളത്. ഓക്കെ, ഇവിടെ കാണിക്കുന്ന വെച്ചാൽ നാസ ഇല്ലസ്ട്രേഷൻ ഡെപ്യൂട്ടി ചെയ്യുന്ന മാവനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കാം. നമുക്ക് ഇതിന് എന്താ പറയുക റീക്യാപ്പിലേക്ക് പോവാം. ഇവിടെ എന്താ പറയുക ആക്ച്വലി വെച്ചാൽ വാഷ് ബട്ട് ഡു നോട്ട് വെയിറ്റ്. ഓക്കെ, നമ്മളെന്താ ഫസ്റ്റ് പറഞ്ഞു വെച്ചാൽ എബോള ഔട്ട് ബ്രേക്ക് വന്നു, അതിന് ഇമ്പോർട്ടൻസ് ആ ഒരു സ്ട്രെയിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു PHEIC കൺസേണിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത്രയും ഒരു അലേർട്ട് കൊടുത്തുകൊണ്ട് ഗ്ലോബൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്ന ഇതിലേക്കാണ് ആക്ച്വലി WHO കാണുന്നത്. ഓക്കെ, നമ്മളെന്താ പറഞ്ഞ ആക്ച്വലി വെച്ചാൽ ഇപ്പോൾ ഇന്ത്യ നീഡ്സ് എംപവർ ലോക്കൽ ബോഡീസ് ഇമ്പോർട്ടൻസ് പറഞ്ഞു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് 78 74 വേണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ തന്നെ അതിപ്പോഴും എന്താ പറയുക ഇത്ര എഫക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുന്നത് ആക്ച്വലി വെച്ചാൽ നമ്മുടെ ഒരു ഫെഡറലിസ്റ്റിന് അതൊരു പില്ലറായി വരുന്ന കാര്യമാണ്. പക്ഷേ സ്റ്റിൽ എന്താ കമ്പയർ ടു US ചൈന നോക്കുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് അവിടെ കിട്ടുന്നുണ്ട്. സ്റ്റിൽ ഇവിടെ എന്താ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. ഫണ്ടിന്റെ കേസ് ആണെങ്കിലും ആ ഒരു ആൾക്കാരുടെ ഒരു പേഴ്സണൽ ഡെഫിസിറ്റ് ആണെങ്കിലും പിന്നെന്താ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ആ ഒരു മാനേജർ ഫ്ലോസ് ഒക്കെ രീതിയിൽ തന്നെ ലാൻഡ് മോണിറ്റേഷൻ നോക്കുമ്പോഴൊക്കെ തന്നെ രീതിയിലും ആ രീതിയിലേക്ക് നമ്മുടെ അർബൻ ലോക്കൽ ബോഡീസ് ഒക്കെ രീതിയിൽ വളരെ താഴ്ന്ന നിലയിൽ നിൽക്കുന്നതൊക്കെ അവിടെ എന്തുകൊണ്ട് എംപവർ ചെയ്യണം, അതെങ്ങനെയൊക്കെ എംപവർ ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ അവിടെ സംസാരിച്ചത്. ഓക്കെ, നമ്മളെന്താ പറഞ്ഞു വെച്ചാൽ ചൈന US സമ്മിറ്റിന്റെ കേസിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് പറഞ്ഞു, അവിടെ എന്തൊക്കെയാണ് അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് രീതിയിലേക്ക് എക്കണോമിക്സിന്റെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ നിൽക്കുന്നുണ്ട്.
ബോർഡ് ഓഫ് ട്രേഡ്, ബോർഡ് ഓഫ് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞ നമ്മൾ. പിന്നെ നമ്മൾ പറഞ്ഞ വെച്ചാൽ ചൈനയിൽ തന്നെ ഷീ ജിൻപിങ്ങിനെ ഒരു 50,000 ആൾക്കാർക്ക് അവിടെ ഒരു ഇൻവൈറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഇതിലൊക്കെ അവസരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിലും ആ ഒരു ഇമ്പോർട്ടൻസ് രീതിയിലേക്ക് എന്താ പറയുക, ആ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മളെന്താ പറഞ്ഞു വെച്ചാൽ അവിടെ തന്നെ ഇന്ത്യൻ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ആക്ച്വലി വെച്ചാൽ ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ എന്താ നമ്മുടെ അവിടെ ഇന്ത്യക്കാണെങ്കിലും ആ ഒരു മുമ്പോട്ട് പോകാനാണെങ്കിലും മൾട്ടിലാറ്ററൽസ് ചെയ്തുകൊണ്ട് ആ സ്റ്റെബിലിറ്റിയും ഗ്രോത്തും എൻഷുർ ചെയ്യാനും മൊത്തത്തിൽ ബെനിഫിറ്റ് വരുമ്പോൾ ഏഷ്യക്കും ഇന്ത്യക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞു ട്രേഡ് ഓഫ്സിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ആക്ച്വലി ആർട്ടിക്കിൾ 21 ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ്, അതാണ് ആക്ച്വലി റൈറ്റ് ടു സേഫ്റ്റി ഇൻ പബ്ലിക് സ്പേസസ്. ഓക്കെ, ആ ലിവിങ് ഫ്രീലി ആ ഒരു മുമ്പോട്ട് പോകാനൊക്കെ രീതിയിൽ പബ്ലിക് സ്പേസുകളിൽ റൈറ്റ് ടു സേഫ്റ്റി എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ റൈറ്റ് ടു ലൈഫിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ രീതിയിലും ആ ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ എന്താ ആർട്ടിക്കിൾ 51A പ്രകാരം ഡ്യൂട്ടി ടു കമ്പാഷൻ ടു ലിവിങ് ബീങ്സ്. ഓക്കെ, ആ കാര്യം നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിൽ ഇഷ്യൂ വരുമ്പോഴാണ് ആക്ച്വലി സുപ്രീം കോർട്ട് ആക്ച്വലി ബാലൻസ്ഡ് അപ്രോച്ചിന്റെ രീതിയിലേക്ക് എന്താ ആ ഒരു IBC റൂൾസ് പ്രകാരം പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി 1960 ആക്ട് പ്രകാരം ഇതിലേക്ക് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയിട്ടുണ്ടായത്. ഓക്കെ, അത് വരുമ്പോൾ ഈ റാബി അതല്ലാതെ അഗ്രസീവ് ആയിട്ട് ഡേഞ്ചറസ് ഡോഗ്സ് മാത്രം ഉത്തരേഷ്യ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അല്ലാതെ ഇതിനെ എന്താ ആ ടെറിട്ടറി തന്നെ ആക്ച്വലി സ്റ്റെറിലൈസ് ചെയ്ത ശേഷം വാക്സിനേറ്റ് ചെയ്ത ശേഷം തിരിച്ച് വിടുന്നുണ്ടാവും. ഓക്കെ, നമ്മളെന്താ പറഞ്ഞ വെച്ചാൽ സ്വാൻ വോൾഫ് എഫക്റ്റ് പറഞ്ഞു. ആക്ച്വലി എങ്ങനെയാണ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ക്ലിയർ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് എന്താണ്, നാസയുടെ മാവനാണ് വരുന്നത്. ആ രീതിയിൽ നമ്മളവിടെ സംസാരിച്ചു. ഓക്കെ, അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഇന്നത്തെ ആ ഒരു IDNA സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത ദിവസത്തെ ടിക്കറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കാണാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.